ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ക്യൂട്ടായിട്ടുള്ളൊരു ക്യാറ്റിനെ ഉണ്ടാക്കിയാലോ. ഈസി ആൻഡ് ഫണ്ണായിട്ട് ചെയ്തെടുക്കാവുന്നൊരു ക്രാഫ്റ്റ് കൂടിയാണ് ഇത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറിലുള്ളൊരു പേപ്പർ എടുക്കുക. എന്നിട്ട് അത് ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇപ്പോൾ നീളത്തിലുള്ള ഈ പേപ്പർ ഈക്വലായിട്ട് മടക്കുമ്പോൾ നമുക്കതിനുള്ളിൽ 2 സ്ക്വയർ ഷേപ്പിലായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി അത് നീളത്തിൽ ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കിട്ടിയ ഏതെങ്കിലും ഒരു ഭാഗത്ത്, അതായത് ഒരു സ്ക്വയറിൽ ഇതേപോലെ കോർണർ ടു കോർണർ ഒന്ന് മടക്കി കൊടുക്കുക. 2 സൈഡിൽ നിന്നും ഒരേപോലെ മടക്കി പേപ്പർ നിവർത്തുക. ഇനി നമുക്ക് ഈ ഭാഗം ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ആക്കി മടക്കിയെടുക്കണം. അതിനായിട്ട് 2 സൈഡുകളും ഉള്ളിലേക്കാക്കി നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് പേപ്പറിൻ്റെ മുകളിലായിട്ടൊരു ട്രയാങ്കിൾ ഷേപ്പും താഴെ സ്ക്വയർ ഷേപ്പും ആയിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ഇനി നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിന് 2 സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായി ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കാം. ഇനി പേപ്പർ തിരിച്ച് പിടിക്കുക. നമ്മളിപ്പോൾ മടക്കിയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് ട്രയാങ്കിളിൻ്റെ ടോപ്പ് പോർഷൻ മടക്കി കൊടുക്കാം. ഇനി വീണ്ടും ആദ്യം ചെയ്ത ഭാഗം എടുക്കാം. എന്നിട്ട് ട്രയാങ്കിൾ ഷേപ്പിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ സെൻറ്ററിലേക്ക് ആക്കി മടക്കി കൊടുത്ത ആ ഭാഗം ഒന്നുകൂടി ഒന്ന് നിവർത്തി ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇനി വീണ്ടും മുകളിലെ ഭാഗം താഴോട്ടേക്ക് ആക്കി കൊടുക്കുക. ട്രയാങ്കിളിൻ്റെ ടോപ്പ് പോർഷൻ നമ്മൾ മടക്കിയതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ട് മടക്കി കൊടുക്കുക. ഇനി വീണ്ടും ആദ്യം ചെയ്ത സൈഡ് എടുക്കുക. അതായത് സെൻറ്ററിലെ പോർഷൻ ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഭാഗത്താണ് ഇനി നമുക്ക് മടക്കി കൊടുക്കേണ്ടത്. മുകൾ ഭാഗത്ത് 2 സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ട് മടക്കി കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലൂടെയായിട്ട് ട്രയാങ്കിൾ ഷേപ്പിൻ്റെ ബാക്കിയുള്ള 2 സൈഡുകളും ഇതേ രീതിയിൽ മടക്കി കൊടുക്കുക. ആദ്യം നമ്മൾ മടക്കിയതിന് മുകളിലൂടെ സെൻറ്ററിലേക്കായിട്ട് മടക്കുക. എന്നിട്ട് അതിൻ്റെ അറ്റം മുകളിൽ സൈഡിലേക്കായിട്ട് ചെരിച്ച് മടക്കി കൊടുക്കുക. ഇനി അതിന് സെൻറ്ററിൽ കാണുന്ന ഈ ചെറിയൊരു ട്രയാങ്കിൾ പോർഷൻ താഴേക്കായിട്ട് മടക്കി കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. നമുക്ക് കിട്ടിയ ഒരു സ്ക്വയർ പോർഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്ക്വയർ പോർഷനാണ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അത് ഈക്വൽ ഹാഫായിട്ട് മുകളിലേക്ക് ഒന്ന് മടക്കി കൊടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ താഴ്ഭാഗം 2 സൈഡിൽ നിന്നും സെൻറ്ററിലേക്കായിട്ട് ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് മടക്കി കൊടുക്കുക. ഇനി മടക്കിയ ഭാഗം നിവർത്തി കൊടുക്കുക. അതിനുശേഷം സെൻറ്ററിലായിട്ട് മടക്കി വീണ ഭാഗം ഉള്ളിലേക്കായിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഏത് സൈഡിലാണോ ടെയിൽ സെറ്റ് ചെയ്യേണ്ടത് ആ സൈഡിലേക്കായിട്ട് പേപ്പർ ചെരിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ആ പേപ്പറിൻ്റെ പകുതി ഭാഗം മുകളിലേക്കായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് മടക്കി കൊടുക്കുക. ഇനി നമുക്ക് ക്യാറ്റിൻ്റെ ഫേസിൽ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. സൈഡിൽ അതേപോലെ പുറത്തേക്ക് ഷാർപ്പനായിട്ടിരിക്കുന്ന ആ ഭാഗം ഉള്ളിലേക്കായിട്ട് 2 സൈഡിൽ നിന്നും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ക്യാറ്റിനെ നമുക്കൊന്ന് കളർഫുള്ളാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ ഏത് കളർ പേപ്പറാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഡാർക്ക് കളർ സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് അതിന് മുകളിലായിട്ട് ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള സൈഡിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും വരച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബ്ലാക്ക് കളർ പെന്ന് ഉപയോഗിച്ചിട്ട് കണ്ണും മൂക്കും ഒക്കെ ഒന്ന് വരച്ച് ക്യൂട്ടാക്കി എടുക്കാം. അപ്പോൾ ഈസി ആൻഡ് ക്വിക്കായിട്ട് ഉണ്ടാക്കിയ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.